അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മൂസക്ക, പെരുന്നാളല്ലേ? പെരുന്നാളിന്റെ ഒരു പാട്ടോടെ തുടങ്ങാം നമുക്ക്. തീർച്ചയായും നമുക്ക് പാടാം. മേലെ പൂമാനത്തെ ശൗവാൽ പിറ കണ്ടല്ലോ, താഴെ ഈ ലോകത്ത് പെരുന്നാള് വന്നല്ലോ. മേലെ പൂമാനത്ത് ശൗവാൽ പിറ കണ്ടല്ലോ, താഴെ ഈ ലോകത്ത് പെരുന്നാള് വന്നല്ലോ. തക്ബയിൽ മുങ്ങിയ ഖൽബ് ഉണർന്നല്ലോ, തക്ബീറിൻ മന്ത്രധ്വനിയുമുയർന്നല്ലോ. തക്ബയിൽ മുങ്ങിയ ഖൽബ് ഉണർന്നല്ലോ, തക്ബീറിൻ മന്ത്രധ്വനിയുമുയർന്നല്ലോ. ഇതൊരു പെരുന്നാൾ പാട്ട് ഞാൻ പാടി. ഇനി ഫിറോസ് ഒരു പാട്ട് പാടണം. പെരുന്നാൾ പാട്ടിന്റെ പാട്ട് ഞാൻ പറഞ്ഞു. ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ശരഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ശരഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി. തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി, തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി. ശവ്വാല് മാസ നിലാവ് വിരിഞ്ഞ് ശരഫുറ്റ ഈദുൽ ഫിത്ർ തെളിഞ്ഞ്. മൂസക്ക, നമ്മൾ പെരുന്നാളിൻ്റെ പള്ളിയിൽ മുഴങ്ങിക്കേൾക്കുന്ന, ലോകം എമ്പാടും മുഴങ്ങിക്കേൾക്കുന്ന തക്ബീർ പാടി തുടങ്ങി. ചെറിയ പെരുന്നാളാണ്. പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക്? പോരല്ലോ. പെരുന്നാളിൻ്റെ ഓർമ്മകളും മൂസക്കയുടെ ബാല്യകാലവും അത് പെരുന്നാളുമായിട്ട് ചേർത്തിട്ട്, ചെറിയ പെരുന്നാളുമായിട്ട് ഈ ദിവസത്തിൽ ചേർത്ത് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഒന്ന് ഓർത്തെടുക്കാം? പെരുന്നാളിൻ്റെ കാര്യം പറയുന്നത് ഭയങ്കര സങ്കടം വരും. കാരണം വെച്ചാൽ അന്നത്തെ നമ്മളെ ആ കുട്ടിക്കാലത്തുള്ള ആ കൊശിയുള്ള ആ കാലമുണ്ടല്ലോ, ആ കാലത്തൊരു മര്യാദക്കുള്ള ഒരു നല്ല ഡ്രസ്സ്, ഹാൻഡ്ലൂമിൻ്റെ ഒരു കളർ, രണ്ടും ഒരേ തരം തുണി. ആ തുണി ഒരു പച്ച കളർ തുണിയും ഒരു വേറെ എന്തെങ്കിലും ഒരു നീല കളർ തുണി. അപ്പം നാടെല്ലാം പിടിപ്പിച്ച് ഒരു കളസി, ഒരു ഇന്നത്തെ മാതിരി ഓപ്പനൊന്നുമല്ല, ഒട്ടാവ് ഇട്ടിട്ട് പോയിന്നൊരു ഒരു കുപ്പായോ ഷർട്ട് എന്നൊന്നും പറയില്ല. അപ്പം ഇത് രണ്ടും ഇട്ടിട്ട് പിന്നെ ചെരുപ്പ് നമുക്ക് തലശ്ശേരി, ഞാൻ തലശ്ശേരിക്കാരനാണ്, തലശ്ശേരി OV റോഡിൽ ചെരുപ്പ് ഉണ്ടാക്കി വെക്കുന്ന ഒരാളുണ്ട് അവിടെ. ഉണ്ടാക്കി വെക്കുന്നത് അയാൾ ടയറിൻ്റെ ചെരുപ്പാണ് ഉണ്ടാക്കി വെക്കുന്നത്. ആ ടയറിനെ കൊണ്ട് നല്ല വൃത്തിയിലുള്ള ഉണ്ടാക്കിയ ബൈൽ കെട്ടുകയും ചെയ്യുന്ന ടയറിൻ്റെ ചെരുപ്പ്, അതാണ് നമുക്ക് ഇപ്പോൾ മേടിച്ച് തരിക. അതാണ് അന്നത്തെ കാലം. അതാണ് മുടി ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹിച്ചിട്ട് 1-2 ആഴ്ചയിൽ ഉപ്പാൻ ഒളിച്ചു നിന്നിട്ട് മുടിയൊന്ന് നീട്ടും, ഒന്ന് ക്രോപ്പെല്ലാം എടുത്തിട്ട്. അപ്പോൾ അത് പെരുന്നാളിൻ്റെ നാട്ടിനെ പിടിക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോയി നേരെ ഈ ബാർബർ ഷാപ്പല്ല, ഒർസാൻ്റെ പിടിയ, അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആ ബെഞ്ചിൻ്റെ മുകളിൽ നല്ലോണം നനച്ചിട്ട് കത്തിനെ കൊണ്ട് പരണ്ടി കളിയല്ല, പരണ്ടിയിട്ട് മുടിയെല്ലാം ഇതാക്കിയിട്ട് വെയിൽ കൊള്ളുന്നൊരു ഉറുമാല് കെട്ടി തരും. അപ്പോൾ ഇതെല്ലാം അന്നത്തെ നമ്മളെ പെരുന്നാൾ ദിവസമാണ് നമ്മൾക്ക് സത്യത്തിൽ ഈ നല്ലൊരു മണമുള്ള നെയ്ച്ചോറും ബിരിയാണിയിലും അധികം നമ്മളവിടെ നെയ്ച്ചോറിൻ്റെ ഉണ്ട്. അപ്പോൾ പെരുന്നാൾ ദിവസം ഏതെങ്കിലും ഒരു വീട്ടിലെ കല്യാണത്തിൽ അങ്ങനെയാണ് നെയ്ച്ചോറ് നമ്മൾ തിന്നുന്നത്. മൂസക്കയുടെ ചെറിയ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ ഏത് പെരുന്നാളായാലും പെരുന്നാളിൻ്റെ കാലഘട്ടത്തിലെ ഒരു പാട്ടോർമ്മ എന്ന് പറയുമ്പോൾ പാട്ട് അത് സിനിമയൊന്നും മര്യാദയ്ക്കുന്ന സിനിമ പാട്ടുമില്ല. അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ കേൾക്കുന്നത് SM കോയക്ക എന്നുള്ളൊരു മഹാനായ, അത് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. എന്നുവെച്ചാൽ അന്നും ഇന്നും ഇനിയെന്നും ആ ശബ്ദത്തിനെ മറികടക്കാനുള്ള ഒരു ശബ്ദം ഉണ്ടാവില്ല, ഒരു പാട്ടുകാരനുണ്ടാവില്ല, മാപ്പിളപ്പാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ള ഞാൻ തീർത്തും പറയും. ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ പാടുന്നത് SM കോയക്കാൻ്റെ പാട്ട്, അതും ശ്രീനാരായണ മഠത്തിൽ വെച്ചിട്ടാണ് പാടുന്നത്. ശ്രീനാരായണ മഠത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് അരങ്ങേറ്റ പറമ്പ് എന്നൊരു സ്ഥലത്ത് അവിടെ ശ്രീനാരായണ മഠമുണ്ട്. ആ മഠത്തിൽ ശ്രീനാരായണ ഗുരു
ജയന്തിയോടനുബന്ധിച്ചുള്ള ഒരു ആഘോഷ പരിപാടിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇത് കേൾക്കാൻ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ഹാർമോണിയം പൊട്ടിയിട്ട് അവലി അതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു 100-100 ആൾ കേൾക്കാനുണ്ട്. മൂസക്ക ആ പാട്ടൊന്ന് കൊടുത്തിട്ട്. ആ പാട്ട് ഞാൻ ഒരു 4 വരി. അരിമുല്ലപ്പൂ മണം നല്ലോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ അരിമുല്ലപ്പൂ മണമുള്ളോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ കരിനടയും കരിവുള്ളോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ അരിമുല്ലപ്പൂ മണമുള്ളോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ മൂസക്ക എത്ര കാലം മുമ്പാണ് ഇപ്പോൾ ആ കുട്ടിക്കാലം. ഞാൻ മൂസക്ക ചിരിക്കുന്നത് ഞാൻ പാടാത്തത് മൂസക്കയുടെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിലെനിക്കൊരു പരാതി കൊണ്ട് എന്നെ വിളിച്ചിട്ടില്ല എന്ന് ബാലഗായകനായിട്ട്. കുഴപ്പമില്ല അത്. അപ്പോൾ എന്നാലും ഇപ്പം അത് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗ്യം, ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ് മൂസക്കയോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ സാമൂതിരിയിൽ ബാലഗായകനായിട്ട് KMK വെള്ളയിലിൻ്റെ കൂടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കുട്ടിയായിട്ട് 8 വയസ്സിലോ 7 വയസ്സിലോ പാടുമ്പോൾ ഇന്ന് റിതം കമ്പോസറിലൊക്കെ വായിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു റിതമിക്കായിട്ട് വായിക്കുന്ന ഒരു റിതം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു താളത്തിൻ്റെ ഒരു ഘടന കൈകൊട്ടിലൂടെ കാണിച്ചു മൂസക്കയുടെ ഒരു സംഘം. മൈലാഞ്ചി അരച്ചല്ലോ മലർക്കൈയിൽ പതിച്ചല്ലോ മൈക്കണ്ണിക്കിനാവിവളൊലിപ്പിച്ചല്ലോ മൈന, മനസ്സിലായോ? മൈക്കണ്ണിക്കിനാവിവളൊളിപ്പിച്ചല്ലോ മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. അതായത് അല്ലേ, അതായത് വസന്തൻ എല്ലാവരും ഓർക്കസ്ട്രയിൽ അന്ന് വായിക്കുന്ന എല്ലാവരും ചേർന്നിട്ട് ആ ഗ്യാപ്പിൽ ഇങ്ങനെ ട ട നടിക്കുമ്പോൾ വേറെന്തോ ഒരു റിതം ഇങ്ങനെ നമുക്കിങ്ങനെ കേൾക്കുന്ന പോലെ